ഞാൻ പറഞ്ഞിട്ടില്ല, എങ്കിലും ചിലത് എനിക്ക് രുചി നോക്കാനായി തരാമെന്ന് അവര് പറഞ്ഞു. വൈവിധ്യമാർന്ന തേനൂറുന്ന റംബുത്താൻ പഴങ്ങൾ ഒന്നൊന്നായി ഞാൻ ആസ്വദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വന്ന ദിവസം തിരക്ക് നന്നേ കുറവായിരുന്നു. 15ഓളം വിവിധ ഇനം റംബുത്താൻ പഴങ്ങൾ. ശരിക്കും ഒരു ഫെസ്റ്റിന്റെ വൈബൊക്കെ ഉണ്ട്. തുടക്കത്തിൽ തന്നെ ഒരു കിളിക്കൂടും മുട്ടയും ഞാൻ കണ്ടു. വിശപ്പുണ്ടായിരുന്നു. ഇതൊക്കെ മലബാർ വിഭവങ്ങളല്ലേ എന്ന് കരുതി കുറച്ചു നേരം അവിടെ നിന്നു. ജീരകക്കോഴി കരിഞ്ജീരകം മസാലയില് ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്. ഭയങ്കര ടേസ്റ്റ് ആണല്ലേ ഇത്? നമ്മളെ സ്പെഷ്യലാണ്, കോഴിക്കോടിന്റെ സ്പെഷ്യലാണ്. എല്ലാം ഇവിടെ ഇരിക്കുന്നതെല്ലാം മിക്കവാറും ഒക്കെ നമ്മൾ മലബാറിൽ കണ്ട ഐറ്റംസ് ആണല്ലോ. പഴം നിറച്ചത് നോമ്പുതുറ വിഭവങ്ങളില് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഉന്നക്കായ, പഴം നിറച്ചത്, അതിശയപ്പത്തിരി, ഇത് പോക്കറ്റ് ഷവർമ്മ, പിന്നെ കട്ട്ലറ്റ്, കിളിക്കൂട്. ഇതിന്റെ പ്രൈസ് എത്രയാണ്? ഇത് 40 രൂപ, 30 രൂപ. കട്ട്ലറ്റ് 20, ഉന്നക്കായ 20. ഇത് കിളിക്കൂടല്ലേ? അതെ അതെ. കിളിക്കൂട് മാത്രമല്ല, അതിലൊരു കിളി മുട്ടയും ഉണ്ട്. കപ്പയും മീൻകറി ഉണ്ട്, നമ്മളതായിട്ടുള്ള രീതിയിലുള്ള കപ്പയും മീൻകറിയാണ്. പിന്നെ ബീഫ് ഉണ്ട്, ബീഫ് അലാകുല. നമ്മൾ കോഴിക്കോടാണ്. കോഴിക്കോട് പേര് സജീന. ഒറ്റയ്ക്കാ ഇതെല്ലാം? ഒറ്റയ്ക്കാണ്? ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. അങ്ങനെ വന്നപ്പോ ആഹാ, ഇവിടെയായിട്ട് ഒരു ഐസ്ക്രീം കോർണർ. ഇതൊക്കെ നല്ല കാലത്ത് വാങ്ങി കഴിച്ചോണം കേട്ടോ. പിന്നൊരു കാര്യം, നേരത്തെ നമ്മളൊരു കിളിക്കൂടും അതിലൊരു കിളിമുട്ടയും കണ്ടില്ലേ? അതിന്റെ വിലയൊക്കെ ചോദിച്ച് ചുറ്റിക്കറങ്ങിന്നപ്പോ എനിക്ക് വേണോന്ന് ചോദിച്ചു. ആ മലബാറി പെങ്ങൾ അത് എനിക്ക് തന്നു കേട്ടോ. അതിന്റെ കാശൊന്നും വാങ്ങാൻ കൂട്ടാക്കിയുമില്ല, പാവം. ഇത് കാട്ടാക്കട CSI പള്ളിയിൽ നടക്കുന്ന റംബുത്താൻ ഫെസ്റ്റിലെ കാഴ്ചകളാണ്. ഒരു വാർത്ത കഴിഞ്ഞ് ഇതുവഴി മടങ്ങി വരുമ്പോ സന്ധ്യയായി. നോക്കുമ്പോ നല്ല പ്രകാശമുണ്ട്, സൗണ്ടൊക്കെ ഉണ്ട്. ആ സൗണ്ടൊന്നും ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് അടിക്കില്ലേ. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോ എത്ര മനോഹരമാണെന്നറിയാമോ ഈ മധുര പലഹാരങ്ങളുടെ ഈ ഒരു സ്റ്റാള്. ശരിക്കും എനിക്കിതൊക്കെ കഴിക്കണമെന്നുണ്ട് കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല, വേണമെങ്കിൽ വാങ്ങി കഴിക്കാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നിന്ന് എല്ലാത്തിന്റെ രുചി നോക്കാനും ഈ പെർഫ്യൂമൊക്കെ എടുത്ത് അടിക്കാനും ഒക്കെ സാധിച്ചെങ്കിൽ പിന്നെ എളുപ്പമല്ലേ. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഇതുവഴി ഒന്ന് നടന്നു കാണാം. എന്തൊക്കെയോ കാര്യങ്ങൾ, എന്തൊക്കെയോ സ്റ്റാളുകൾ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചോദിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ അധികം നേരം നിന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിടുന്ന ഒരു രീതി പണ്ട് ഞാൻ പരീക്ഷിച്ചതാണ്. അപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവും. താനാരാ, സന്തോഷ് കുളങ്ങരയാണോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് ഇതൊന്നും നോക്കാം. കൊത്തിയതും അരിഞ്ഞതും സ്ലൈസാക്കിയതുമായി കുറെ അധികം മലക്കറികൾ അദ്ദേഹം ഇവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരൊറ്റ ടൂള് മതി ഇങ്ങനെ പല രൂപത്തിൽ മലക്കറികളെ നമുക്ക് തയ്യാറാക്കാം, പല വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടി. ശരി, ഞാൻ അതും കണ്ടു. ഭംഗിയുണ്ട് കേട്ടോ. പുള്ളി ചെയ്തിരിക്കുന്നതൊക്കെ നല്ല നീറ്റായിട്ടാ. കൊള്ളാം. അടുത്ത സ്ഥലത്തേക്ക് പോവാം. ചെറിയ ചെറിയ സംരംഭങ്ങളുടെയും കൂട്ടായ്മകളുടെയും പ്രൊഡക്ട്സ് ആണ്. നമ്മൾ ചിലതൊക്കെ വാങ്ങി ഇവരെ ഒന്ന് സഹായിക്കണം. അങ്ങനെ മാസ്മരികമായ റംബുത്താൻ ലോകത്തിലേക്ക് നമ്മൾ എത്തി. 15 വെറൈറ്റി റംബുട്ടാനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതേത് വെറൈറ്റിയാണ്? ഇത് നമ്മുടെ നാടൻ സാധനമാണ്. ഇതാകുമ്പോഴത്തേക്കും കിലോ 200 രൂപ. ഇതെല്ലാം ഒരേ ഇത് തന്നെയാണ്. നാളെ നമ്മള് ഇപ്പൊ ഇന്ന് വന്നതേ ഉള്ളൂ. വന്ന് ആ കൊലയുടെ വന്ന് ഇങ്ങനെ കൊണ്ടുവിടെ വെച്ചേക്കുന്നേ. ഇതെന്ന് പറഞ്ഞാല് NAT ആണ് ഈ ഇരിക്കുന്നത്. NAT വരിക്ക. ഇതിന്റെ വില എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് 300 വരും കിലോ. നാടൻ ഈ ഐറ്റമാണ് കഴിച്ചത്. ഇത് പറഞ്ഞ നല്ല മധുരമാണ്. ഇത് വന്നിട്ട് ഇത് മലേഷ്യൻ വരിക്കാണ്. ഇത് നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. നമുക്കെന്ന് പറഞ്ഞാല് കറക്റ്റ് നമുക്ക് സാധനങ്ങൾ ലോഡായി വരുന്ന അവിടെ നിന്ന് നമ്മൾ തന്നെ ആൾക്കാരെല്ലാം ഉണ്ട്. അവിടെ നമ്മൾ സെറ്റാക്കി കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. മലേഷ്യൻ വരിക്കല്ലേ? ഇതാണ് ശ്രീലങ്കൻ സാധനമാണിത്. ശ്രീലങ്കൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇവിടെ അത് കൃഷി ചെയ്യാൻ പറ്റില്ല. ഇവിടെ പറ്റും, എന്നാലും ഇവിടത്തെക്കാലൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇപ്പൊ എല്ലാ രാജ്യത്തു നിന്നും വരുന്ന സാധനങ്ങളാണ്. അപ്പൊ പിന്നെ വെറൈറ്റി എല്ലായിടത്തും ഉള്ള സാധനം ഇരിക്കട്ടെ. ആൾക്കാർക്ക് ഇതൊക്കെ ഇഷ്ടം. അപ്പൊ ആൾക്കാരെ ഒരു ഇഷ്ടവും കാര്യങ്ങളും അവർ കഴിക്കണം. ഇവിടെയുള്ള റംബുത്താന്റെ കുരു പോലെ തന്നെ ഇതിലും ഇതിന്റെ അത് തന്നെയാണ്, ആ സെയിം തന്നെയാണ്. പക്ഷെ അതിന്റെ ടേസ്റ്റ് വ്യത്യാസം ഒരുപാട് വരും. ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമായിരിക്കും. ഇപ്പൊ ഏറ്റവും പഴുത്ത് നോക്കി പറഞ്ഞ അടുത്ത് ഇപ്പൊ കണ്ടോ? ഞാനൊന്ന് കഴിച്ചുകൂടി നോക്കിട്ട് എടുത്തോ. ഞാൻ തന്നെ അതിന്റെ ടേസ്റ്റും അത്രേ ഉള്ളൂ. കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടോ നോക്കാം.
അസാധ്യ മധുരമാണ് കേട്ടോ. സൂപ്പർ കേട്ടോ. ഇത് വളത്തിനല്ല, നമ്മള് കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇത് ഇതിനെ കുറിച്ചോ? ഇത് E35 ഇത് മലേഷ്യൻ സാധനമാണ്. സെയിം അതിന്റെ ഇതിന് പക്ഷെ അതിന്റെ വേറൊരു മലേഷ്യൻ കൂഴ എന്നാണ് മലേഷ്യൻ പറയുന്നത്. വരിക്കുന്ന ചക്ക കുറിച്ച് പറയാൻ പോലെ ഉണ്ടോ? അങ്ങനത്തെ വെറൈറ്റി ആണ് എല്ലാം. എന്താണ് കൂഴ എന്ന് പറയുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആണ്, ടേസ്റ്റ് വ്യത്യാസം അല്ലേ? അപ്പൊ റംബുട്ടാൻ വെറൈറ്റീസ് ഇപ്പൊ നമുക്ക് കാണുന്നത് ആൾമോസ്റ്റ് വിറ്റ് തീർന്നിരിക്കുകയാണ്. ഇന്നത്തെ ഇതിപ്പോ ഒതുങ്ങി ഇത്ര ഇരിക്കുന്നത്. നാളെ രാവിലെ ആകുമ്പോൾ പുതിയ സ്റ്റോക്ക് ലോഡ് വരും. ഇത് ഫുള്ള് കവർ ചെയ്താണ് ഇരിക്കുന്നത് എപ്പോഴും. സംഭവം ഫുള്ള് യെല്ലോയിഷ് ആണല്ലോ. ഇത് യെല്ലോ വെറൈറ്റി ആണ്. ഇതിന് 2 ഷെയ്ഡുണ്ട്. ഇതിപ്പം ഒരു ഇതിൽ തന്നെ വരുന്നതാണ് ഇത് ഏത് രാജ്യത്തെ ആളാ? ഇത് ഏത് രാജ്യത്തെ ആളാ? ഇത് മലേഷ്യയുടെ തന്നെയാണ്. മലേഷ്യയിൽ നിന്നുള്ള വെറൈറ്റീസ്. മലേഷ്യയിൽ നിന്ന് ഫുള്ള് പറഞ്ഞ എല്ലാ വെറൈറ്റി ഐറ്റംസ് ആണ് വരുന്നത്. യെല്ലോ ഷെയ്ഡുള്ള ഇത് നമ്മൾ കണ്ടതൊക്കെ മലേഷ്യൻ ശ്രീലങ്കൻ ഐറ്റംസ്. അതെ, 3 വർഷം കൊണ്ട് ഈ സംഭവം വീട്ടിൽ കുരച്ച് സെറ്റ് ആവും. ചെടികളും നമ്മളിവിടെ കൊടുക്കുകയാണ് അല്ലേ? അതെ, ചെടിയുണ്ട്. അതിന്റെ വേറെ വെറൈറ്റി ചെടികളുണ്ട്. ഇതാണ് കിങ്. ഇത് രാജാവ്. ഒറ്റയ്ക്ക് വെച്ചേക്കണ അതിന്. ഇതുവഴി പോകുമ്പോ കയറാൻ മറക്കണ്ട, അല്ലെങ്കിൽ ദൂരത്തുനിന്നായാലും വന്ന് കാണാനും മറക്കണ്ട.